ആ ഒരു ഫസ്റ്റ് തവണ ക്രാഷ് ഡയറ്റ് ചെയ്ത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് എൻ്റെ ലൈഫിൽ ഞാൻ ക്രാഷ് ഡയറ്റ് ചെയ്തിട്ടില്ല. ഇനി ഞാൻ ചെയ്യില്ല, കാരണം എനിക്ക് അത്രയും ബുദ്ധിമുട്ടുകളായിരുന്നു അതുകൊണ്ട് വരുകയും ചെയ്തത്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു, സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നമ്മുടെയൊക്കെ ബോഡി കോമ്പോസിഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല രീതിയിലായിരിക്കും അല്ലെ. ചിലർക്ക് ഓരോരുത്തർക്കും അവരുടെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടാവും. ചിലർക്ക് ബെല്ലിയിൽ ഭയങ്കര ഫാറ്റ് ആയിരിക്കും, ചിലർക്ക് തൈസിലായിരിക്കും, ചിലർക്ക് ഹിപ്സിലായിരിക്കും, ചിലർക്ക് ഭയങ്കര ചബ്ബി ആയിട്ടുള്ള ഫേസ് ആയിരിക്കും. അങ്ങനെ പലർക്കും പല പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഏരിയാസും ഉണ്ടാവും. അപ്പൊ എന്റെ വെയിറ്റ് ലോസ് ജേണിയിൽ എന്റെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത് എന്റെ എന്താ പറയുക മുഖവും അതേപോലെ തന്നെ എന്റെ ബെല്ലിയുമായിരുന്നു. ബെല്ലി ഫാറ്റ് എനിക്ക് കുറച്ച് കൂടുതലുണ്ടായിരുന്നു, അതുപോലെ തന്നെ എന്താ പറയുക ഫേസ് ഫാറ്റും കൂടുതലുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ യൂട്യൂബിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ സെർച്ച് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഫേസ് ഫാറ്റ് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ബെല്ലി ഫാറ്റ് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം എന്നൊക്കെ ഉള്ളതായിരിക്കും. അപ്പോൾ എന്റെ വെയിറ്റ് ലോസ് ജേണിയിൽ എന്റെ ഫേസ് ഫാറ്റ് കുറയ്ക്കാനായിട്ടും അതുപോലെ തന്നെ ബെല്ലി ഫാറ്റ് കുറയ്ക്കാനായിട്ടും ഞാൻ ചെയ്ത കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് ഒരു വീഡിയോ ആയിരിക്കും. ഇതിൽ എന്റെ വെയിറ്റ് ലോസ് ജേണിയുടെ കുറച്ച് പാർട്ടും കൂടെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഫേസ് ഫാറ്റും ബെല്ലി ഫാറ്റും ഒക്കെ കുറയ്ക്കേണ്ടതെന്ന്. അപ്പോൾ എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ആദ്യം തന്നെ എന്റെ ഡെലിവറി ഡേറ്റിൽ, അതായത് ഞാൻ കുഞ്ഞുവിനെ പ്രസവിക്കുന്ന അന്നത്തെ ദിവസം നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്യുമല്ലോ. നമ്മളെ നേഴ്സ് ലേബർ റൂമിലോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്യും. അന്നത്തെ ദിവസം വെയിറ്റ് നോക്കുന്ന സമയത്ത് എന്റെ വെയിറ്റ് 85.3 kgs ആയിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും എൻ്റെ കയ്യിൽ വെയിങ് മെഷീൻ ഇല്ല. ഞാൻ അങ്ങനെ ഫിറ്റ്നസ് അധികം അതിനെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ വെയിറ്റ് കൂടാം കുറയണം അങ്ങനെയൊന്നും എൻ്റെ ബോഡി അങ്ങനെ കെയർ ചെയ്യുന്ന ഒരാളൊന്നും അല്ലായിരുന്നു അതുവരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു വെയിങ് മെഷീനും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു പ്രോപ്പർ ഡയറ്റ് ഒന്നും ഫോളോ ചെയ്യുന്ന ആളായിരുന്നില്ല ഞാൻ. റാൻഡം ആയിട്ട് ഈറ്റ് ചെയ്യുന്ന ഒരു സ്ട്രെസ് ഈറ്റർ ആയിരുന്നു ഞാൻ. അപ്പോൾ ആ സമയത്ത് ഈ 85 വെയിറ്റ് കണ്ടപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒന്ന് പേടിച്ചു കേട്ടോ. ഈ വെയിറ്റ് എങ്ങനെ കുറയ്ക്കുന്ന അന്ന് ഒരു ദിവസം എൻ്റെ തലയിലോടൊന്ന് മിന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് കെയർ ചെയ്തില്ല. അപ്പൊ ഈ വെയിങ് മെഷീൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്റെ പ്രഗ്നൻസി ജേർണിയിൽ മുഴുവൻ ഞാൻ എന്റെ വെയിറ്റ് ചെക്ക് ചെയ്യാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ റുട്ടീൻ ചെക്കപ്പിന് വേണ്ടി നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അന്നത്തെ ദിവസം വെയിറ്റ് ചെക്ക് ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ മാത്രമേ എന്റെ വെയിറ്റ് ഞാൻ അറിയാറുണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്റെ ആദ്യത്തെ ഒരു എന്താ പറയുക ഫസ്റ്റ് ട്രൈമസ്റ്ററിലൊന്നും എന്റെ വെയിറ്റ് അങ്ങനെ കൂടിയിട്ടില്ല, കാരണം എനിക്ക് ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഉള്ള വെയിറ്റ് ഞാൻ ആ സമയത്ത് പ്രഗ്നന്റ് ആവുന്ന സമയത്ത് എന്റെ വെയിറ്റ് 55 kg ആണ്. അപ്പം ഈ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ വീണ്ടും വെയിറ്റ് കുറഞ്ഞ് എനിക്ക് 52, 51 ഒക്കെ ആയിപ്പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു വോമിറ്റിംഗ് കാരണം. പിന്നീട് സെക്കൻഡ് ട്രൈമസ്റ്റർ ആകുമ്പോൾ ഏകദേശം ഒരുവിധം സെറ്റായി, എന്നാലും വോമിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. തേർഡ് ട്രൈമസ്റ്റർ ആയപ്പോൾ പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എൻ്റെ ഒരു മേജർ വെയിറ്റ് ഗെയിൻ എനിക്ക് ഉണ്ടായിരിക്കുന്നത് ഈ ഒരു തേർഡ് ട്രൈമസ്റ്ററിലാണ്. ആ സമയത്ത് ഞാൻ ഫുൾ തീറ്റയായിരുന്നു. എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കും. ആ സമയത്ത് ഒരു കുറ്റിപ്പുട്ട് എന്താ പറയുക എനിക്ക് പറയാൻ പറ്റില്ല. ഒരു കുറ്റിപ്പുട്ട് എന്ന് പറഞ്ഞാൽ 2-3 കഷ്ണമൊക്കെ ഉണ്ടാവും. 2-3 കഷ്ണം പുട്ടൊക്കെ ഞാൻ കഴിക്കുമായിരുന്നു. ഒരുപാട് എനിക്ക് എന്ത് കിട്ടിയാലും എനിക്ക് കഴിക്കാൻ ആഗ്രഹമായിരുന്നു. ആ സമയത്ത് ഞാൻ അങ്ങനെ എന്താ പറയാ അങ്ങനെ ടേക്ക് കെയർ ചെയ്യാറുണ്ടായിരുന്നില്ല എൻ്റെ ബോഡിനെ. അതുകൊണ്ട് എല്ലാം എനിക്ക് തോന്നുന്നൊക്കെ ഞാൻ കഴിക്കാറുണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എനിക്കൊന്നും കഴിക്കാനൊന്നും പറ്റിയില്ല. ഇവൻ വെള്ളം കുടിച്ചപ്പോഴും ഞാൻ വോമിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്ററിൽ ഞാൻ മാക്സിമം അത് മുതലാക്കി നല്ല രീതിയിൽ ആഹാരമൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഞാൻ പെട്ടെന്ന് എന്താ പറയുക, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 52 അല്ലെങ്കിൽ 51 kg പെട്ടെന്ന് ഒരു 85 kg എത്തിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു 30+ kg ആണ് ഞാൻ പെട്ടെന്ന് ആ ഒരു 4-5 മാസങ്ങൾ കൊണ്ട് ഗെയിൻ ചെയ്തത്. അപ്പോൾ ആ വെയിറ്റ് ഈ ഒരു 85 kg പെട്ടെന്ന് തന്നെ, അതായത് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ആദ്യത്തെ ഒരു മാസം കൊണ്ട് തന്നെ എനിക്ക് ആ ഒരു 5 kgs ഒക്കെ റെഡ്യൂസ് ആയിട്ടുണ്ടായിരുന്നു. 80 kg ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് 79 to 80 ആ സമയത്ത് അതായിരുന്നു തോന്നുന്നു എന്റെ വെയിറ്റ്. അപ്പോഴും സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ വെയിറ്റിനെ പറ്റി അധികം ബോധേഡായിരുന്നില്ല, കാരണം അങ്ങനെ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാറുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് ഇങ്ങനെ എന്താ പറയാ ബോഡി ഷേമിങ്ങും കാര്യങ്ങളൊക്കെ വരും. ഇവൻ നമ്മുടെ റിലേറ്റീവ്സിനിടയിൽ തന്നെ ബോഡി ഷേമിങ്ങും കാര്യങ്ങളൊക്കെ വരാറുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് പല വെഡിങ്ങിനും അങ്ങനെയൊക്കെ പോകുമ്പോൾ അവിടെ നിന്നൊക്കെ ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, എന്തൊരു തടിയാ വെച്ചേക്കുന്നത്, നല്ല വെയിറ്റ് കൂടിയല്ലോ, ഇനി ഫുഡ് കുറച്ചുകൂടെ, ഡെലിവറി ഒക്കെ കഴിഞ്ഞതല്ലേ, അപ്പോൾ ഫുഡ് കുറച്ചുകൂടെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സ്. അത് നമ്മൾ യൂഷ്വലാണ്, അത് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. എന്തായാലും നമുക്ക് ബോഡി ഷേമിങ് കേൾക്കാത്ത ആരും തന്നെ, ഒരു ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആരും തന്നെ ബോഡി ഷേമിങ് കേൾക്കാതെ പോയിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പക്ഷെ അതൊന്നും ഞാൻ കാര്യമാക്കുന്ന ഒരാളായിരുന്നില്ല. എനിക്ക് വിഷമാവും, പക്ഷെ എന്നാലും ഞാൻ അതിനേക്കാളും ഉപരി ഞാൻ ഫുഡ് കഴിക്കുന്നതിലായിരുന്നു എന്റെ കോൺസെൻട്രേഷൻ. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാറേ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാനിത് സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങി. എനിക്ക് മൈഗ്രെയിൻ കൂടുതലായിട്ട് വരാൻ തുടങ്ങിയപ്പോഴാണ്. അപ്പൊ മൈഗ്രെയിന് വേണ്ടി ആ ഒരു ഡെലിവറി ടൈമിൽ, എന്താ പറയുക പ്രഗ്നൻസി ടൈമിൽ ഒട്ടും തന്നെ എനിക്ക് മൈഗ്രെയിൻ വരാറുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് എനിക്ക് വീണ്ടും മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്തത്. അതിന് മുമ്പേ മൈഗ്രെയിൻ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പം പ്രഗ്നൻസി ടൈമിൽ ഒട്ടും തന്നെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ മൈഗ്രെയിൻ പോയിരുന്നു. പക്ഷേ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം വീണ്ടും എനിക്ക് വളരെ അധികം സിവിയർ ആയിട്ട് മൈഗ്രെയിൻ വരാനായിട്ട് തുടങ്ങി.
അപ്പോൾ ആ സമയത്ത് ഞാൻ പല ഇംഗ്ലീഷ് മരുന്നുകൾ ഞാൻ കഴിച്ചു, പലതും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അവസാനം ഒരാൾ ആരാണ് സജസ്റ്റ് ചെയ്തത്, എൻ്റെ റിലേറ്റീവ് ആരോ തന്നെയായിരുന്നു സജസ്റ്റ് ചെയ്തത്, എനിക്ക് ഒരു ഹോമിയോ ഡോക്ടറുണ്ട്, ആ ഹോമിയോ ഡോക്ടറിനെ കണ്ടാൽ മതി. അങ്ങനെ ഹോമിയോ ഡോക്ടറിനെ കണ്ടപ്പോൾ ആ ഡോക്ടറാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നമ്മളെ വെയിറ്റ് ഒന്ന് റെഡ്യൂസ് ചെയ്യണം. ഇപ്പം കറക്റ്റ് നമ്മളെ ഐഡിയൽ ബോഡി വെയിറ്റിലല്ല ഉള്ളത്. അപ്പോൾ ഐഡിയൽ ബോഡി വെയിറ്റിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരുവിധം നമ്മളെ മൈഗ്രെയിൻ ഒക്കെ ഒന്ന് സെറ്റ് ആവും, ഒന്ന് കുറയും. അതിനോടൊപ്പം തന്നെ മെഡിസിൻസും കൂടി എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ ഓക്കെ ഈ മൈഗ്രെയിൻ കുറയാനായിട്ടെങ്കിലും ഞാൻ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചത്. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളാണ്, ഞാൻ കുറച്ച് ചുരുക്കി പറയാണ് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ മനസ്സിൽ ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയം മുതൽ എൻ്റെ മനസ്സിലുള്ള ഒരു വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഡയറ്റ് അല്ല, വർക്ക്ഔട്ട് ചെയ്താലാണ് നമുക്ക് വണ്ണം കുറയുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഞാൻ വർക്ക്ഔട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു കുഞ്ഞുവിന് ഒരു 1 ഇയർ ഒക്കെ ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ഇല്ല 1 ഇയർ ആയിട്ടില്ല എന്ന് തോന്നുന്നു, എനിക്ക് ശരിക്കും ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല. അപ്പോൾ അതിന് ആ ഒരു 1 ഇയറിനുള്ളിലാണ് ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ ആദ്യം തന്നെ വർക്ക്ഔട്ട് വെച്ചിട്ടാണ് എൻ്റെ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന വർക്ക്ഔട്ട് സുംബ വർക്ക്ഔട്ടായിരുന്നു, നമ്മുടെ ആര്യ ബാലകൃഷ്ണൻ്റെ സുംബയില്ലേ, അപ്പോൾ അതായിരുന്നു ഞാൻ ട്രൈ ചെയ്തത്. അപ്പോൾ ഞാൻ എക്സ്ട്രീം സുംബ ചെയ്യും. ആദ്യത്തെ ഒരു ഫ്യൂ ഡേയ്സ് ഒക്കെ എനിക്ക് കുറച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ ഫിറ്റ്നസ് വളരെയധികം മോശമായിരുന്നു. ഒന്നും തന്നെ ഒരു ഭയങ്കരമായിട്ട് കിതക്കുമായിരുന്നു. എനിക്ക് ജസ്റ്റ് ഒരു 2 സ്റ്റെപ്പ് വെക്കുമ്പോൾ തന്നെ നല്ല പോലെ കിതക്കും. പിന്നീട് എൻ്റെ എന്താ പറയുക, നല്ല രീതിയിൽ എനിക്ക് സ്റ്റാമിന കിട്ടാൻ തുടങ്ങി എക്സസൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഞാൻ സുംബ ചെയ്യുമായിരുന്നു. പക്ഷേ ഡയറ്റ് കംപ്ലീറ്റ്ലി സീറോ ആയിരുന്നു. എന്താണോ എനിക്ക് കിട്ടുന്നത് അതൊക്കെ ഞാൻ കഴിക്കും, അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ തന്നെ എനിക്ക് അത് കുറച്ച് എൻ്റെ സ്റ്റാമിന കൂടിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി. പക്ഷെ എൻ്റെ വെയിറ്റ് ഒട്ടും കുറയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരു വെയിങ് മെഷീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സീരിയസ് ആണെന്ന് ഹസ്ബൻഡിനും മനസ്സിലായി. അപ്പോൾ സീരിയസ് ആയിട്ട് ഞാൻ വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്യാറുണ്ടായിരുന്നു എപ്പോഴും. അതായത് എഴുന്നേറ്റ ഉടനെ ഞാൻ പോയി വെയിറ്റ് ചെക്ക് ചെയ്യും, അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ വെയിറ്റ് കുറയാത്ത കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഞാൻ എന്തോ കാര്യമായിട്ട് എന്തോ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ വർക്കൗട്ട് മാത്രം പോരാ, ഇവൻ എൻ്റെ ഡയറ്റിലും കൂടെ ഞാൻ ശ്രദ്ധിക്കണം എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യുക, എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യും എങ്ങനെയാണ് വെയിറ്റ് ലോസ് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് വരുന്ന റെക്കമെൻഡേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ദിവസം കൊണ്ട് 10 കിലോ കുറയ്ക്കാം, 20 കിലോ കുറയ്ക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മോഹന വാഗ്ദാനങ്ങളായിരിക്കും. അപ്പം അങ്ങനെ തന്നെ ഞാൻ ആ വാഗ്ദാനങ്ങളിൽ പെട്ട് ഞാൻ എന്ത് ചെയ്തു, ആദ്യം തന്നെ ഞാൻ സെലക്ട് ചെയ്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബനാന ഡയറ്റോ അല്ലെങ്കിൽ എഗ് ഡയറ്റോ ഒക്കെ ഫോളോ ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് എഗ്ഗ് ഭയങ്കര ഇഷ്ടമായത് കാരണം ഞാൻ എഗ് ഡയറ്റാണ് ചെയ്തത്. അപ്പോൾ എഗ് ഡയറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ബനാന ഡയറ്റും സ്റ്റാർട്ട് ചെയ്തു. നല്ലപോലെ ഡ്രാസ്റ്റിക് വെയിറ്റ് ലോസ് ആയിരുന്നു എനിക്ക് ഉണ്ടായത്. ആ ഒരു മാസം കൊണ്ട് തന്നെ എനിക്ക് 10 കിലോ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റി. പക്ഷേ അതോടൊപ്പം തന്നെ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളത്, എനിക്ക് എന്താ പറയുക, ഡെലിവറി ആവുന്ന ആ സമയത്ത് തന്നെ എനിക്ക് നല്ലപോലെ പിഗ്മെന്റേഷൻ ഉണ്ടായിരുന്നു. കഴുത്തിന് ചുറ്റും ഡാർക്കായി, അതുപോലെ തന്നെ ഈ ചുണ്ടിന്റെ 2 സൈഡിലും ഡാർക്ക്, കൈയുടെ ഇവിടെ ഒക്കെ ഭയങ്കര ഡാർക്കായിരുന്നു ആ സമയത്ത് എൻ്റെ. പിന്നെ അപ്പോൾ എൻ്റെ സ്കിൻ ടോൺ തന്നെ കംപ്ലീറ്റ്ലി ആ ഒരു ഡെലിവറി സമയത്ത് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 10 കിലോ കുറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്, ഈ സ്കിൻ ടോൺ വീണ്ടും ഡാർക്കറായി, നല്ലപോലെ പിഗ്മെന്റേഷൻ വന്നു. അതുപോലെ തന്നെ ആ സമയത്ത് പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ പോലും എൻ്റെ സ്കിന്ന് ക്ലിയർ ആയിരുന്നു, അതായത് ആക്നീസ് ഒന്നും വരാറുണ്ടായിരുന്നില്ല ഡെലിവറി സമയത്തൊന്നും. പക്ഷെ ഇതിന്റെ കൂടെ ഈ 10 കിലോ ഒറ്റയടിക്ക് ഡ്രാസ്റ്റിക് ആയിട്ട് കുറച്ചപ്പോൾ എനിക്ക് നല്ലപോലെ ആക്നീസ് വരാൻ തുടങ്ങി. ഈ 2 സൈഡിലും കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയാ, അതെങ്ങനെയുള്ള ഒരു സിസ്റ്റിക് ആക്നി എന്നൊക്കെ പറയില്ലേ, നമ്മള് സ്കിന്നിന്റെ പുറത്തായിരിക്കില്ല അകത്തായിരിക്കും, നല്ല പെയിൻഫുൾ ആയിരിക്കും. പുറത്തും വരും കേട്ടോ, അകത്താണ് കൂടുതൽ. അപ്പൊ അങ്ങനെ സിസ്റ്റിക് ആക്നീസ് വരാൻ തുടങ്ങി. പിന്നെ ഇത് പുറത്ത് വരുന്ന ആക്നീസ് പൊട്ടും, വീണ്ടും അത് സ്പ്രെഡ് ആയിട്ട് വീണ്ടും വരും. അങ്ങനെ കംപ്ലീറ്റ് ഈ 2 സൈഡിലും എനിക്ക് ഫുൾ ആക്നീസ് ആയിരുന്നു കേട്ടോ. നല്ല പോലെ മാർക്കും ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് ഞാൻ മാറ്റിയത് അനുചേച്ചി അനൂസ് ഹെർബ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അവരുടെ ഓരോ പ്രൊഡക്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ആക്നീസ് ഒക്കെ കുറച്ച് അതിന്റെ മാർക്കുകളൊക്കെ കുറയ്ക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ ഈ ആക്നീസ് വരുന്നതോടൊപ്പം തന്നെ എനിക്ക് നല്ല പോലെ മുടി കൊഴിച്ചു. അതായത് മുടി ഞാനിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് മുടി കയ്യിൽ ഒറ്റയടിക്ക് തന്നെ ഒരുപാട് മുടി വരും. നല്ലപോലെ ഞാൻ ടയേർഡ് ആവാൻ തുടങ്ങി. ആ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്തുണ്ടായിരുന്ന സ്റ്റാമിന ഒക്കെ കംപ്ലീറ്റ്ലി പോയി. ഞാൻ ഫുൾ ടൈം എനിക്ക് ഉറങ്ങാൻ തോന്നുക, കിടന്നിടത്തുനിന്ന് എഴുന്നേക്കാൻ പറ്റില്ല, പാലിന്റെ ക്വാളിറ്റി കുറഞ്ഞ, അതായത് എന്താ പറയുക, ഭയങ്കര ഡൈല്യൂട്ട് ആയിട്ടുള്ള മിൽക്കൊക്കെ ഇല്ല ആ രീതിയിൽ വരുന്നൊക്കെ പോലെ എനിക്ക് തോന്നി. പാലിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞ പോലെ തോന്നി. അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ തന്നെ എനിക്ക് തോന്നി ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നീട് ഡോക്ടറിന്റെ മൈഗ്രെയിൻ്റെ ആ ഡോക്ടർ ഉണ്ടല്ലോ, അവരെ കൺസൾട്ട് ചെയ്യാനുള്ള സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഈ ഒരു റൂട്ടീനാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. 10 കിലോ ഞാൻ കുറച്ചു, പക്ഷെ എനിക്ക് ഒട്ടും ഞാൻ ഹെൽത്തി അല്ല എന്ന് എനിക്ക് തോന്നുകയാണ്. ഞാൻ വെയിറ്റ് നല്ലപോലെ കുറച്ചെങ്കിൽ പോലും എനിക്ക് ഒട്ടും ഞാൻ ഹെൽത്തി അല്ല. എനിക്ക് ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെയാണ്, മുടി നന്നായിട്ട് കൊഴിയുന്നു. മുടി കൊഴിയുന്നതാണ് ഞാൻ മെയിൻ ആയിട്ട് പറഞ്ഞത്. എനിക്ക് സ്കിന്ന് പോകുന്നതിനേക്കാളും കൂടുതൽ എൻ്റെ മുടി കൊഴിഞ്ഞു പോകുന്നതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ വിഷമം. അപ്പോൾ കാരണം ഞാൻ സ്കിന്നിന്റെ വിചാരിച്ച ഡെലിവറി ഒക്കെ ആയതല്ലേ, ചിലപ്പം നമ്മൾ ഫീഡൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഈ ആക്നീസ് ഒക്കെ വരുന്നതെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അപ്പോൾ മുടി കൊഴിയുന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ചിന്ത.
അപ്പോൾ ഡോക്ടറെ അടുത്ത് പറഞ്ഞു ഞാൻ ഈ ഒരു ഡയറ്റാണ് ഫോളോ ചെയ്തത് കുറച്ച് ദിവസമായിട്ട്, ഒരു 10-20 ദിവസമായിട്ട് ആ ഡയറ്റാണ് ഫോളോ ചെയ്തത്, അങ്ങനെ 10 കിലോ കുറച്ച്. അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെയുള്ള ഡയറ്റുകളൊന്നും തന്നെ, പ്രത്യേകിച്ച് നമ്മൾ ഫീഡിങ് ആയിരിക്കുമ്പോൾ നമ്മൾ ക്രാഷ് ഡയറ്റ് ഒന്നും തന്നെ ഫോളോ ചെയ്യാനായിട്ട് പാടില്ല. പക്ഷെ അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അറിയാത്തത് കാരണമാണ് ഞാൻ അത് ചെയ്തത്. ഞാൻ ഡയറ്റും അങ്ങനത്തെ ഡയറ്റും എക്സ്ട്രീം വർക്കൗട്ടൊക്കെ ചെയ്തത് അതുകൊണ്ട് തന്നെയാണ്, അറിയാത്തത് കൊണ്ട്. നമുക്കിപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും ഇഷ്യൂ വരും നമുക്ക് അറിയാമായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും അത് ചെയ്യില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഡോക്ടർ എൻ്റെ അടുത്ത് എനിക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മീൽ പ്ലാൻ തന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള അങ്ങനെയൊന്നുമല്ല, കുറച്ച് അരിപ്പലഹാരങ്ങളൊക്കെ എന്താ പറയുക കുറച്ചുകൊണ്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ എനിക്ക് തന്നു. പച്ചക്കറികളും പഴങ്ങളൊക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ്. അപ്പോൾ അത് ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ എനിക്ക് ശരിക്കും നല്ല മാറ്റം, എൻ്റെ ബോഡിക്ക് ഒരു എനർജി ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങനെയുള്ള ഒരു ഡയറ്റ് ആയിരിക്കണം ഞാനൊരു സസ്റ്റൈനബിൾ വെയിറ്റ് ലോസിന് ഫോളോ ചെയ്യേണ്ടത്. പിന്നെ ഞാൻ ഒരുപാട് ബുക്സ് വായിക്കാൻ തുടങ്ങി, ജേർണൽസ് വായിക്കാൻ തുടങ്ങി, ആർട്ടിക്കിൾസ് വായിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ കലോറി ഡെഫിസിറ്റ് എന്താണ്, അതുപോലെ തന്നെ ബാലൻസ് പ്ലേറ്റിംഗ് എന്താണ്, പോർഷൻ കൺട്രോൾ എന്താണ്, അങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത്. പിന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഈ ഒരു വെയിറ്റ് ലോസിനെ പറ്റി അറിയാനും എങ്ങനെയാണ് ഇത് ഹെൽത്തി ആയിട്ട് ചെയ്യേണ്ടതെന്ന് അറിയാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അപ്പൊ അങ്ങനെയാണ് ഞാൻ കറക്റ്റ് ആയിട്ടുള്ള ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് എൻ്റെ വെയിറ്റ് ലോസ് സ്ലോ ആയിരുന്നു, പക്ഷെ എന്നാലും സസ്റ്റൈനബിൾ ആയിട്ട് ഇങ്ങനെ വെയിറ്റ് കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കലോറി ഡെഫിസിറ്റ് ഡയറ്റിന്റെ കൂടെ തന്നെ ഞാൻ മെല്ലെ നല്ല രീതിയിൽ വർക്ക്ഔട്ട്, അതായത് ആദ്യം ഞാൻ സുംബ മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, പിന്നെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള കാർഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്തു, ഡാൻസ് അല്ലാതെയുള്ള കാർഡിയോസ് ഇൻക്ലൂഡ് ചെയ്തു. പിന്നെ ബോഡി വെയിറ്റ് ട്രെയിനിങ് ചെയ്യാൻ തുടങ്ങി. അതായത് നമ്മൾ കുറച്ചും കൂടെ എനിക്ക് ഫ്ലെക്സിബിലിറ്റി ഭയങ്കര കുറവായിരുന്നു കേട്ടോ ആ സമയത്ത്. അപ്പോൾ കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള വർക്കൗട്ടുകളൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് വരുമ്പോൾ തന്നെ എനിക്ക് ടോട്ടൽ, അതായത് എനിക്ക് എൻ്റെ വെയിറ്റ് കുറയുന്നതിനേക്കാളും വെയിറ്റ് കുറയുന്നുണ്ട്, വെയിറ്റ് വളരെ ഗ്രാജുവലി, അതായത് 0.5 അങ്ങനെയൊക്കെയാണ് കുറയുന്നെങ്കിൽ പോലും എൻ്റെ ബോഡി ഇഞ്ചസ് നല്ല പോലെ കുറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കണ്ട ആ ഒരു മാറ്റം എന്ന് പറയുന്നത് എൻ്റെ ഫേസ് ഫാറ്റ് കുറയുന്നതും എൻ്റെ ബെല്ലി ഫാറ്റ് കുറയുന്നതാണ് കേട്ടോ. ഇപ്പം തന്നെ ഞാനൊന്ന് പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ബെല്ലിയും എൻ്റെ മുഖവും നല്ല രീതിയിൽ ചമ്പിയാവും. അപ്പോൾ നല്ലൊരു റുട്ടീൻ ഫോളോ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് ഇതിനകത്താണ് ഈ ഒരു മുഖത്തിലും വയറിലൊക്കെയാണ് നല്ല രീതിയിൽ മാറ്റം കാണാൻ തുടങ്ങി. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റും വർക്കൗട്ടും ഒന്നും തന്നെ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലൊരു വെൽ ബാലൻസ്ഡ് ആയിട്ട് ഒരു കലോറി ഡെഫിസിറ്റ് ഡയറ്റും വർക്കൗട്ടും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പയ്യെ നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റ് പെർസെൻറ്റേജ് കുറഞ്ഞു വരുന്നുള്ള ഒരു കാര്യം. പിന്നെ ഞാൻ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എൻ്റെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ എനിക്ക് നല്ല ഡ്രാസ്റ്റിക് ചേഞ്ചസ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഞാൻ പല പാറ്റേൺസ് ആയിട്ട് ചെയ്ത് നോക്കി, പക്ഷെ എന്നാലും ഹെൽത്തി പാറ്റേൺ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ആയപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഫാസ്റ്റ് വെയിറ്റ് ലോസ് കിട്ടാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ലാസ്റ്റ് 10 kg കുറയ്ക്കാൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും ഫൈനലി ഞാൻ ലാസ്റ്റ് 10 kg കുറച്ചു, 55 kg ഞാൻ ഇപ്പോഴും നല്ലൊരു പ്രോപ്പർ കലോറി ഡെഫിസിറ്റും വെയിറ്റ് ട്രെയിനിങ്ങും ഒക്കെ. വെയിറ്റ് ട്രെയിനിങ് ഞാൻ ശരിക്കും പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ബീഫിറ്റ് തുടങ്ങിയതിന് ശേഷമാണ്. അപ്പോഴാണ് എനിക്ക് നിഷ, പൂജ ഇവരൊക്കെയാണ് എനിക്ക് എന്താണ് വെയിറ്റ് ട്രെയിനിങ്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, കറക്റ്റ് പോസ്റ്റേഴ്സ് എന്തൊക്കെയാണ്, അതൊക്കെ ഞാൻ കുറച്ചും കൂടെ എന്താ പറയുക ഡീറ്റെയിൽഡ് ആയിട്ട് പ്രൊഫഷണൽ ആയിട്ട് പഠിച്ചത് നമ്മുടെ ബിഫിറ്റ് സ്ക്വാഡ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ്. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ ശരിക്കും വർക്കൗട്ടിന്റെ ഇമ്പോർട്ടൻസും ഡയറ്റിന്റെ ഇമ്പോർട്ടൻസും ഒക്കെ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കി പിന്നീട് എൻ്റെ എന്താ പറയുക ഫാറ്റ് ലോസ് ജേണി റിയൽ ആയിട്ട് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഫാറ്റ് ലോസ് ജേണിയാണ്. നല്ല രീതിയിൽ വെയിറ്റ് വെച്ചിട്ടുള്ള വർക്കൗട്ടുകളാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡയറ്റും ഒരു പ്രോപ്പർ കലോറി ഡെഫിസിറ്റ് ആണ്. അപ്പൊ എൻ്റെ ഈ ഒരു ത്രൂ ഔട്ട് ഈ ഒരു 30 kg വെയിറ്റ് ലോസിൽ ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു വെൽ ബാലൻസ്ഡ് ഡയറ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ വെൽ ബാലൻസ്ഡ് ആൻഡ് കലോറി ഡെഫിസിറ്റ് ഡയറ്റ് ആയിരുന്നു ഞാൻ ഫോളോ ചെയ്തത്. പിന്നീട് ആ ഒരു ഫസ്റ്റ് തവണ ക്രാഷ് ഡയറ്റ് ചെയ്ത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് എൻ്റെ ലൈഫിൽ ഞാൻ ക്രാഷ് ഡയറ്റ് ചെയ്തിട്ടില്ല. ഇനിയും ഞാൻ ചെയ്യില്ല, കാരണം എനിക്ക് അത്രയും ബുദ്ധിമുട്ടുകളായിരുന്നു അതുകൊണ്ട് വരികയും ചെയ്തത്. അതുകൊണ്ട് ഇനി എൻ്റെ ലൈഫിൽ ഞാൻ ക്രാഷ് ഡയറ്റ് ചെയ്യില്ല. അപ്പോൾ പിന്നീട് വർക്കൗട്ടിന് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. വർക്കൗട്ട് എപ്പോഴും റെഗുലർ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും എൻ്റെ ഡയറ്റിന്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും പക്കയായിരുന്നു. ഒരു മാസം എടുത്തു കഴിഞ്ഞാൽ അതിന് 90% ഞാൻ എന്തായാലും ക്ലീൻ ആയിട്ടായിരുന്നു ഈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും എൻ്റെ വെയിറ്റ് പിന്നീട് എനിക്ക് റീഗെയിൻ ചെയ്യാതെ ഞാൻ രക്ഷപ്പെട്ടത്. പിന്നെ അതിന്റെ കൂടെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ ഉറങ്ങുമായിരുന്നു. നമുക്കറിയാം, നമ്മുടെ ഡെലിവറി കഴിഞ്ഞ ആദ്യത്തെ ഇനീഷ്യൽ ഒരു 3 years എന്ന് പറയുന്നത് നല്ല സ്ട്രഗ്ലിംഗ് പീരീഡ് ആണ്. നമുക്ക് നല്ല ഉറക്കം കിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ രാത്രി ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും, ഞാൻ ആ സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, അപ്പൊ അതുകൊണ്ട് തന്നെ രാത്രി ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഞാൻ ഉച്ചയ്ക്ക് എങ്ങനെയെങ്കിലും കോമ്പൻസേറ്റ് ചെയ്ത് 2 മണിക്കൂർ ഞാൻ ഉറങ്ങും. കുഞ്ഞു ഉറങ്ങുമ്പോൾ അവന്റെ കൂടെ ഞാൻ ഉറങ്ങും. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ എൻ്റെ ഉറക്കം കോമ്പൻസേറ്റ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ ആയാലും ഒരു 7 to 8 hours സ്ലീപ്പ് എനിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പണ്ട് മുതലേ, അതായത് അതിപ്പോൾ ഏത് കാലത്താണെങ്കിലും ഞാൻ ടീനേജ് ആയിരിക്കുന്ന സമയത്ത് മുതൽ ഉറക്കം എനിക്ക് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഉറക്കത്തിന് ഞാൻ വളരെ പ്രാധാന്യം കൊടുത്ത ഒരാളായിരുന്നു ഞാൻ. ഇപ്പോൾ 7 to 8 hours ഞാൻ എന്തായിട്ടും ഉറങ്ങും. അതേപോലെ തന്നെ ആ സമയത്ത് ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. നമുക്ക് വർക്കില്ല, കുഞ്ഞുവിനെ മാത്രം നോക്കിയാൽ മതി, അങ്ങനെ കാര്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒന്നും എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു, സ്ട്രെസ് ഫ്രീ ആയിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പ്രോപ്പർ വെൽ ബാലൻസ്ഡ് കലോറി ഡെഫിസിറ്റ്, ഒരു റെഗുലർ വർക്ക്ഔട്ട്, ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, അതുപോലെ തന്നെ എന്താ പറയുക നല്ലൊരു സ്ലീപ്പ് റൂട്ടീന്,
ഇതൊക്കെയാണ് എന്നെ ആ സമയത്ത് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ടും എൻ്റെ ബെല്ലി ഫാറ്റ് കുറയ്ക്കാനായിട്ടും ഫേസ് ഫാറ്റ് കുറയ്ക്കാനായിട്ടും ബോഡി ടോൺ ചെയ്യാനും ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതല്ലാതെ വേറെ ഒന്നും തന്നെ ഞാൻ ആ സമയത്ത് ചെയ്തിട്ടില്ല. ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു റുട്ടീൻ മൊത്തം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇത്രമാത്രം കാര്യങ്ങളെ ഫോളോ ചെയ്തിട്ട് ഇതിനെ കൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ എൻ്റെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജും വെയിറ്റും കുറയ്ക്കാനായിട്ട് 30 കിലോ കുറയ്ക്കുക എന്ന് പറയുന്ന ചില്ലറ കാര്യമെല്ലാം നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പൊ അത്രയും വെയിറ്റ് എനിക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചത് ഈ ഒരു റുട്ടീനിലൂടെ മാത്രമാണ്. എനിക്ക് ഒരുപാട് സമയം, ഒരുപാട് ഡ്യൂറേഷൻ ഞാൻ എടുത്തു ഈ ഒരു വെയിറ്റ് കുറയ്ക്കാൻ. ആദ്യത്തെ ഒരു 20 kgs ഒക്കെ കുറച്ച് എളുപ്പത്തിൽ, അതായത് ഒരു 6 to 7 months കൊണ്ട് നടത്തിയെങ്കിലും ബാക്കിയുള്ള ഒരു ലാസ്റ്റ് 10 kg ഒക്കെ കുറയാനായിട്ട് കുറച്ച് സമയം എടുത്തു. അങ്ങനെ ഒരു ഓൾമോസ്റ്റ് ഒരു 2 to 3 years എടുത്തിട്ടാണ് ഞാൻ ഇത്രയും വെയിറ്റ് കുറച്ചത്. ഇപ്പോഴും എൻ്റെ ഫാറ്റ് ലോസ് ജേർണിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇപ്പോഴും ഇഞ്ചസ് കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഫാറ്റ് കുറയ്ക്കാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് നമ്മളിപ്പം ബിഫിറ്റിലൊക്കെ വന്ന് ജോയിൻ ചെയ്യുന്ന പലരും ആദ്യം തന്നെ ചോദിക്കുന്ന കാര്യമാണ്, എങ്ങനെയാണ് ഫേസ് ഫാറ്റ് കുറയ്ക്കുക, എങ്ങനെയാണ് ബെല്ലി ഫാറ്റ് കുറയ്ക്കുക, അതിന് മാത്രമായിട്ട് എന്തെങ്കിലും വർക്ക്ഔട്ട് ഉണ്ടോ, അതിന് മാത്രമായിട്ട് ഡയറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിന് ഒരു കുറുക്ക് വഴിയില്ല. നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ടിലോട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസ് ഫാറ്റ് കുറയ്ക്കാനായിരിക്കും, ബെല്ലി ഫാറ്റ് കുറയ്ക്കാനായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക ആം ഫാറ്റ് കുറയ്ക്കാനായിരിക്കും, എന്തൊക്കെ ഫാറ്റ് കുറയ്ക്കാനാണെങ്കിലും ഈ ഒരു റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ഇതിന് വേറെ ഒരു കുറുക്ക് വഴിയില്ല. ഇപ്പൊ നിങ്ങൾ പല ഷേക്കുകൾ കുടിച്ചിട്ടും ടീകൾ കുടിച്ചിട്ടും അത് പല ഒറ്റമൂലികളൊക്കെ കഴിച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു റിസൾട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തേക്കാം. ഞാൻ ആദ്യത്തെ ആ ഒരു ഇനീഷ്യൽ 10 kg കുറച്ച പോലെ. പക്ഷെ അത് നിങ്ങൾ എന്തായാലും ഒരുപാട് വില കൊടുക്കേണ്ടി വരും. ഒരുപാട് സൈഡ് എഫക്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ചിലപ്പോൾ ആ കുറഞ്ഞ വെയിറ്റ് മുഴുവൻ റീഗെയിൻ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ പല പല റീസൺസും ഉണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടിയെന്ന് വരാം. അപ്പോൾ ഒരു പെർമനന്റ് വെയിറ്റ് ലോസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. നമ്മളൊരു നല്ല കലോറി ഡെഫിസിറ്റ് ഡയറ്റ് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്കത് ആ ഒരു ഡെസ്റ്റിനേഷനിലോട്ട് നമുക്ക് റീച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേർണിയുടെ പല സ്റ്റേജിലായിരിക്കും ഇപ്പോൾ ഇരിക്കുന്നത്. ചിലരൊക്കെ ബിഗിനർ സ്റ്റേജിലായിരിക്കും, ചിലരൊക്കെ ഏകദേശം അവസാനത്തെ ലാസ്റ്റ് 10 kg ഒക്കെ കുറയ്ക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങൾ ഏത് ലെവലിലാണെങ്കിലും നിങ്ങൾ എന്തായാലും കൺസിസ്റ്റന്റ് ആയിട്ട് ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇടയ്ക്ക് വെച്ച് ഒരുപാട് ലോങ് ബ്രേക്ക്, അതായത് ഷോർട്ട് ബ്രേക്സ് ഒക്കെയാണ്, ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ. പക്ഷെ നിങ്ങൾ ലോങ് ബ്രേക്സ് എടുക്കാതിരിക്കുക. ലോങ് ബ്രേക്സ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ബോഡിയിൽ പെട്ടെന്ന് ഫാറ്റ് പെർസെൻറ്റേജ് ഇൻക്രീസ് ആവാം, വെയിറ്റ് കൂടാം. അപ്പോൾ വീണ്ടും ആ ഒരു ട്രാക്കിലോട്ട് വരാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അധികം ലോങ് ബ്രേക്സ് എടുക്കാതെ നിങ്ങളുടെ ഒരു ജേർണി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ചാനലിൽ ഒരുപാട് ചാലഞ്ചസ് ചെയ്യാറുണ്ട്. മാക്സിമം ആ ചാലഞ്ചസിലൊക്കെ തന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുക. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക. പ്രോപ്പർ ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക. 90% ക്ലീൻ ഈറ്റിംഗ് ആയിട്ടിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. 10% നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾ കഴിച്ചോളൂ. അങ്ങനെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഡയറ്റ് ഒന്നും ഫോളോ ചെയ്യേണ്ട. 90% ക്ലീൻ ഈറ്റിംഗ്, 10% നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ്, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളിപ്പം റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല, അതായത് ആഴ്ചയിൽ 6 days നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും ഒരു 30 minutes എങ്കിലും വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഇനി ഒരു തരത്തിലുള്ള ആക്ടിവിറ്റീസിനായിട്ട് നിങ്ങൾക്ക് ഒരു 30 minutes കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ദിവസം ഒരു ഓവറോൾ ഒരു 10,000 steps എങ്കിലും കവർ ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുക. അങ്ങനെ പല രീതിയുണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ടൈം പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളിപ്പം പറയും എനിക്ക് 30 minutes പോലും ഇല്ല സമയം വർക്ക്ഔട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഡയറ്റ് നോക്കാനായിട്ട് സമയമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ സ്ക്രീൻ ടൈം നോക്കി നോക്കൂ. നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ സെറ്റിംഗ്സിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ക്രീൻ ടൈം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ സ്ക്രീൻ ടൈം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ മൊബൈലിൽ എത്ര സമയം ചെലവഴിക്കുന്നുണ്ടെന്നുള്ള ഒരു കാര്യം കാണാനായിട്ട് സാധിക്കും. ഞാനൊക്കെ ഒരു ദിവസം 4+ hours 6 hours ഒക്കെയാണ് ഫോണിൽ ചെലവഴിക്കുന്നത്. കാരണം എൻ്റെ വർക്കും ഒക്കെ ഫോൺ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഫോൺ ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് സ്ക്രീൻ ടൈം ചെലവഴിക്കുന്നവരുണ്ടാവും. 2 hours കൂടുതൽ നിങ്ങളുടെ സ്ക്രീൻ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ അതിനകത്തൊരു 30 minutes മാത്രമേ നിങ്ങളുടെ വർക്കൗട്ടിനായിട്ട് സ്പേസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒരു എക്സ്ക്യൂസ് ആയിട്ട് നിങ്ങൾ കളയാണ്. എനിക്ക് സമയമില്ല എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് എക്സ്ക്യൂസ് ആയിട്ട് പറയുകയാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. നമുക്ക് എല്ലാവർക്കും എല്ലാത്തിനും ടൈം ഉണ്ട്. പക്ഷെ അത് നമ്മൾ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നു, എങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടുക. ഒരു എക്സ്ക്യൂസും ഇല്ലാതെ നിങ്ങളുടെ ഹെൽത്തിനെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി കുറച്ച് മോട്ടിവേഷൻ തന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.